ഇവിടെ രാവിലെ വൈകുന്നേരം എല്ലാം ചോറ് തന്നെയാണ് ഗൈസ്. ചോറും മീനും. ഇത്രയും ചോറൊന്നും ഞാൻ രാവിലെ കഴിക്കില്ല ഗൈസ്. സാധാരണ പൊറോട്ടയും ബീഫ് കഴിച്ചോണ്ടിരുന്ന ഞാനാ രാവിലെ ചപ്പാത്തി, ചിക്കൻ കറി, ഇടിയപ്പം, മുട്ടക്കറി. ചോറായി. ഞാൻ ചോറ് ജീവിതത്തില് ഉച്ചയ്ക്ക് മാത്രമായിരുന്നു കഴിക്കണ ഒരാളാണ്. ഇപ്പൊ 4 നേരം ഞാൻ ചോറാണ് ഗൈസ്. അപ്പം ഞങ്ങൾ പാടത്തിന്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ പാടമാണ്. ഇത് ഫുൾ നെല്ല് കൃഷി. എൻ്റെ കൂടെ പിള്ളേരുണ്ട്. ഹായ് പറ. ഹായ് ഹായ്. നീ ഹായ് പറ. കണ്ടോ എൻ്റെ കൂടെ ഇവരാണ് ഇന്ന് വഴികാട്ടി തന്നെ ഗൈസ്. അപ്പം ഇവിടെ നെല്ല് കൃഷി മാത്രമല്ല ഉള്ളത്. അത് കണ്ടോ, കയറുണ്ടാക്കണ അവനവിടെ അതിൽ കൂടെ വന്നു. വേറൊരുത്തൻ അതിൽ കൂടെ ഉണ്ട്. അപ്പോൾ നെല്ല് കൃഷി മാത്രമല്ല, ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ മറ്റേ കൃഷിയാണ്. മറ്റേ കയറുണ്ടാക്കുന്നത്. അത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വെള്ളത്തിലിട്ട് കുറച്ചു കാലം വെച്ചിട്ട് ശരിയാക്കും. അങ്ങനെയാണ് ഗൈസ്. അതാണ് മത്തൻ കൃഷി. മത്തൻ കൃഷി. അവിടെ എന്തോ കൃഷി ചെയ്യാൻ പോവാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ പാടം അങ്ങനെ ഇട്ടേക്കണേ ഗൈസ്. ആ പാടം ഗൈസ് രസമാണ് ഗൈസ്. ഇവിടെ പിള്ളേരുടെ ഒപ്പത്തിനൊക്കെ നടക്കാൻ. മറ്റേ ഇവിടെ ചെയ്തിട്ടിട്ടുള്ളൂ. ഇനി ഇത് മുളച്ചൊക്കെ വന്നം. എല്ലാവരും ഉണ്ടല്ലോ. ഇവരൊക്കെ എൻ്റെ കൂടെ വന്നതാണ് ഗൈസ്. അവിടെ കൃഷി തുടങ്ങിയിട്ടുള്ളൂ. അവിടെയൊക്കെ അങ്ങോട്ട് കുറേ ഉണ്ട് ഗൈസ്. ഇതാണ് ഫിഷ് അല്ലേ? മീൻ കൃഷി ഇവിടെ ഉണ്ട്. മീൻ കൃഷി. ഇവിടുന്ന് ഫ്രഷ് മീൻ മേടിച്ചിട്ട് അവിടെ കൊണ്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഗൈസ്. ആ കാണുന്നതൊക്കെ വീടാണ് ഗൈസ്. പിന്നെ അവിടെ കോഴി ഫാമൊക്കെ ഉണ്ട്. കോഴി ഫാം. നടന്ന് നമ്മൾ റോഡിലെത്തി ഗൈസ്. റോഡിലെത്തി. അച്ഛാ ഗൈസ്. ഞങ്ങളിങ്ങനെ നഗരവീതിയിലല്ല, ഗ്രാമവീതിയിലൂടെ ഇങ്ങനെ നടന്നു പോകും. ഇതാണ് ആൽമരം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഫുൾ കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഗൈസ്. ഞാൻ പോയപ്പോൾ ഇത്ര വെയിലില്ലായിരുന്നു. ഇപ്പം നല്ല വെയിലാണ്. നല്ല വെയിൽ. വെയിലത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അങ്ങനെ പാടൻ ടൂർ കഴിഞ്ഞു. പാടൻ ടൂർ ഇവിടെ എല്ലാവരും ഉണ്ട്. പാടത്തിലെ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വരിക. നല്ല വെയിൽ. ഒരാവശ്യമില്ലായിരുന്നു ഈ വെയിലത്ത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ പോലും വെയിലത്ത് പുറത്തിറക്കാത്ത. നന്നായി, വളരെ നന്നായി ഗൈസ്. അപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കാണാൻ വന്ന സോഫയും കാര്യങ്ങളെല്ലാം, ഇന്നലെ നമ്മൾ വീഡിയോയിൽ കണ്ട സോഫയും കാര്യങ്ങളെല്ലാം കൊണ്ടാണ് വന്നേക്കണേ. ഓരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അലമാരിയും കട്ടിലും മാത്രമല്ല, വേറെ ഷെൽഫും കബോർഡും എല്ലാം പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കും. ഇത് ശ്രീധരൻ പോലെയാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങോട്ട് കുറേ ശ്രീധരൻ കൊടുക്കണം. അപ്പൊ ഇതൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കണ്ട. എല്ലാ പാത്രവും ഉണ്ട്. എന്താണ് പെരകീർ താമസോ? അത് കുഴപ്പമില്ല. എന്ത് വിചാരിക്കാൻ. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ നല്ല ഗിഫ്റ്റ് കൊടുക്കണേ. ഇനിയിപ്പോ എന്താ? അപ്പൊ നിങ്ങക്ക് പെരകീർ താമസത്തിന് എന്താ ഗിഫ്റ്റ് ഇടണേ? ഇതുപോലെ തന്നെ ഗൈസ്. ഇവിടെ എല്ലാ പരിപാടിക്കും ഇതുപോലത്തെ ഗിഫ്റ്റാണ് ഇവിടെ കൊടുക്കണേ ഗൈസ്. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവരുടെ വീട്ടിലാണ് ഗൈസ്. ബൂബൂക്ക ഗർ ഹേ ഗൈസ്. ഇതാണ് വീട്. അപ്പൊ ഇതാണ് ബൂബൂക്ക ഗർ. ഹായ് ബോലോ. ഹായ്. തും ഹായ് ബോലോ. ഹായ് ബോലോ. ഇതെന്താ? മസ്ലി. फिश. पापड़, दाल, फ्राई सब्जी, चोर. इसका कौन है? आलू और अंडा. मोटा. ഓ മിക്സ് കിഴങ്ങ് മുട്ട. ഇപ്പൊ ഇന്നലെ ഇവിടെ നല്ല മഴയാണ് പെയ്തത്. നല്ല മഴ. അയ്യോ ഫുൾ അപ്പം നല്ല മഴ പെയ്ത് തെന്നിക്കിടക്കുവാണ് വഴിയൊക്കെ. മഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ മഴയല്ല ഗൈസ്. നല്ല ഇടി വെട്ടി മഴയായിരുന്നു ഗൈസ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ
ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ പരിപാടി കാണാൻ പോവാണ്. അപ്പം ഇന്നലെ അവരുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്ത്. കിടില ഫുഡായിരുന്നു കഴിച്ചത് ഇന്നലെ രാത്രി കഴിച്ചത്. കിടില ഫുഡ്. അപ്പം ഇതാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത വീട്ടിലേക്കുള്ള വഴിയൊക്കെ. ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതാണ് ഇവിടുത്തെ 500 വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങളുടെ പള്ളി. ഇതിൻ്റെ പേര് ജയന്തിപ്പൂർ ബോർ മസ്ജിദ്. ഇത് തുടങ്ങിയിട്ട് 1570 ഈ മസ്ജിദ് ഇവിടെ ഉണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 വർഷം. എത്ര കാലമായില്ലേ. എന്നിട്ട് ഇത് ആദ്യമൊക്കെ ഉണ്ടാക്കിയത് മറ്റേ മുട്ടയുടെ തൊണ്ട് മറ്റേ ആ സാധനങ്ങളൊക്കെ വെച്ചായിരുന്നു. പിന്നീട് ഇത് പുതുക്കി എടുത്തതാണ് ഇവിടെ. അപ്പം ഇതാണ് 500 വർഷം പഴക്കമുള്ള മസ്ജിദ് ഗൈസ്. എന്താലേ ചരിത്രം ഉറങ്ങുന്ന ആസാം. ഇതൊന്നും അങ്ങനെ ആൾക്കാർ വന്ന് കാണാറില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് വന്ന് കാണുക. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കാണാറുണ്ട് കലൈബോർ കോളേജിലാണ്. ഇവിടുത്തെ ഒരു കോളേജാണ്. ഇവിടെ എന്താ പഠിപ്പിക്കണേന്ന് വെച്ചപ്പം മെഡിക്കലാണ് പഠിപ്പിക്കണേന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താന്നുള്ളത്. പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇവിടെ ഫുൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പാട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഇവിടുത്തെ ഡെക്കറേഷൻ പരിപാടികൾ. ഇവിടെ വലിയ പരിപാടി കേട്ടോ ഗൈസ്. അവിടെ ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടി. ആഹാ, അവിടെ ഒരു പവലിയനുണ്ട്. പിന്നെ ഇവിടെ ഒരു പവലിയനുണ്ട്. ഇനി ഇവിടെ പരിപാടി നടക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം. ഇതൊരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഗൈസ്. ഈ കോളേജിലെ ഫുട്ബോൾ ഗ്രൗണ്ട് ഗൈസ്. അവിടെ ഡിഫൻസ് പേഴ്സണൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഗസ്റ്റ് ഇവിടെ വരും. ഇവിടെ കുറെ പട്ടാളക്കാരും കാര്യങ്ങളും വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇത്ര സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പൊ NSS ഇങ്ങനത്തെ പരിപാടികൾ, വലിയ പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പരിപാടിയായിട്ടോ കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വരും. ഈ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫാമിലി, കുറേ VIP മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം ഈ പരിപാടി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സേഫ്റ്റി, ഇത്രയും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ആ കാണുന്നത് മെഡിക്കൽ കോളേജൊന്നും അല്ല കേട്ടോ. പുള്ളിക്ക് തെറ്റിപ്പോയതാ. അതൊരു നോർമൽ കോളേജാണ്. അതിൻ്റെ അവിടെ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് BEd കോളേജുണ്ട്. ഇത് പിന്നെ എന്താ കോളേജ്, എല്ലാം പഠിപ്പിക്കുന്നു തോന്നുന്നു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കോളേജാണ് ഗൈസ് ഇത്. അപ്പം ഇതാണ് സിൽഗട്ട് തൃശൂൽധാരി. തൃശൂൽധാരി, സിൽഗട്ടിലുള്ള തൃശൂൽധാരി ടെമ്പിൾ. ഇത് 2000 വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2000 വർഷം. അപ്പോൾ ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് അതാണ്. ആ കാണാനാണ് ബ്രഹ്മപുത്ര നദിയിലെ അടുത്താണ് ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. വലിയ പാറയുടെ അടിയിൽ അവരൊരു അമ്പലം പോലെ പണിതേക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ കയറിപ്പോകാൻ പറ്റുമോ? ഇതാണ് അമ്പലം. ഇത് ലോർഡ് ശിവയുടെ അമ്പലമാണ്. ശിവയാണ് ഇവിടുത്തെ ദൈവം. പിന്നെ ചെറിയൊരു ഹനുമാന്റെ കല്ലിൽ കുത്തിയേക്കണ ഫോട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ശിവന്റെ കഴുത്തി കിടക്കണ പാമ്പാണല്ലോ. അങ്ങനെയാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൽ നമ്മൾ വരാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ടു ഏപ്രിലാണ് ഈ അമ്പലത്തിൽ നമുക്ക് വരാൻ പറ്റിയ പരിപാടികളൊക്കെ ഉള്ളത്. ഒക്ടോബർ ടു ഏപ്രിൽ. ഇവിടെ രാവിലെയാണ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് രാവിലെയും വൈകുന്നേരമാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ പ്രാർത്ഥന നടക്കുന്ന പോലെയാണ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. ഒരു വലിയ കല്ലിൻ്റെ അടിയിലുള്ള ഒരു അമ്പലം. ഇതിന് 2000 വർഷത്തെ പഴക്കമുണ്ട്. എന്തായാലും ചരിത്രം ഒഴുകുന്ന ഇന്ത്യ. അതാണ് ആസാമിലാണ് എഴുതിയേക്കണ ഗൈസ്. അപ്പം പുള്ളി നമുക്കത് പറഞ്ഞു തന്നതാണ് ഗൈസ്. അപ്പം ഈ അമ്പലത്തിന്റെ സദേൺ ഭാഗത്തായിട്ടാണ് ഈ ശിവന്റെ ലിംഗം ഇരിക്കണേ ഗൈസ്. അപ്പം ഇത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ അവിടെ അവിടേക്ക് ഫേസ് ചെയ്താണ് ശിവന്റെ ലിംഗം ഇരിക്കുന്നത്.
അപ്പോൾ ഇവിടെ എപ്പോഴും പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവാറുണ്ട് ഗൈസ്. ഇപ്പം നല്ല മഴയാണ് ഗൈസ്. അപ്പം ഇതാണ് ബ്രഹ്മപുത്ര റിവർ ഇങ്ങനെ കണ്ടില്ലേ, അങ്ങ് ദൂരെ വരെ അങ്ങ് പടർന്ന് കിടക്കുകയാണ്. നല്ല രസമാണ് ഗൈസ് ഇവിടെ വന്നിരിക്കാനൊക്കെ. ഇതാണ് ആസാമിലെ സിൽഘട്ടിലെ ഒരു ജൂട്ട് മില്ല്. ഇത് 1970-ലാണ് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു മേജർ ജൂട്ട് മില്ല് എന്നൊക്കെ പറയില്ലേ ആസാമിലെ, അത് ഇവിടെയാണ് ജൂട്ട് ഫാക്ടറി. ഇത് സിൽഘട്ടിലാണുള്ളത്. ഈ വഴി നേരെ പോകുമ്പോഴാണ് മറ്റേ നമ്മുടെ ബ്രഹ്മപുത്ര, പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ട അമ്പലമൊക്കെ ഉള്ളത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, മുട്ട.